ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു ഫസ്റ്റ് വീഡിയോ ഓഫ് സ്കോപ്പ് ഇറ്റ് ഓപ്പ്. എൻ്റെ പേര് ഷിൻഡു എന്നാണ്. നമ്മളുടെ ആദ്യത്തെ വീഡിയോ ആണ് ഈ ചാനലിലെ. എന്തായാലും ഈ സ്കോപ്പ് ഇറ്റ് ഓപ്പ് ഈ ചാനൽ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് മോട്ടോർ വ്ളോഗിങ് പ്ലസ് ഫുഡ് ഒക്കെയാണ്, ട്രാവലാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം എന്തായാലും നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നമുക്ക് വരാനിരിക്കുന്നതെന്ന് നോക്കാം. എനിവേ, ഫസ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് മണർകാടാണ്. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് നേരമായി. ഇപ്പോൾ ലൈറ്റ് ഒന്ന് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. എന്നാലല്ലേ വീഡിയോ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം എൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടുന്ന് നേരെ മാംഗ്ലൂർ ഗോവ അവിടുന്ന് അങ്ങനെ പോകാനാണ്. അവിടുന്ന് പോയിട്ട് പിന്നെ രാജസ്ഥാൻ പോകണമെന്ന് ആഗ്രഹമുണ്ട്. എന്തായാലും നോക്കാം, ഇനി എവിടെ എത്തുമെന്ന് നോക്കാം. ഓക്കെ, അപ്പം ഞാനിപ്പം പോകുന്ന റൂട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് നേരെ ഏറ്റുമാനൂരിൽ നിന്ന് നേരെ എറണാകുളത്ത് നിന്ന് തൃശ്ശൂർ അങ്ങനെ പോകാനാണ് ഉദ്ദേശിക്കുന്നത്. ബാക്കിൽ കുറച്ച് ലഗേജസ് ഉണ്ട്. പിന്നെ എനിക്ക് വണ്ടിയുടെ ടയർ പ്രഷർ ഒന്ന് ചെക്ക് ചെയ്യണം, പെട്രോൾ അടിക്കണം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നോക്കാനുണ്ട്. പിന്നെ ഗ്ലൗസ് ഇട്ടിട്ടില്ല, ഗ്ലൗസ് ഇടണം. രാവിലെ ഇച്ചിരി എയർ കയറട്ടെന്ന് വെച്ചിട്ടാണ് ഗ്ലൗസ് ഇടാഞ്ഞത്. അപ്പം എന്നെപ്പറ്റി പറയുകയാണെങ്കിൽ ഞാനൊരു വളരെ ചെറിയൊരു ബിസിനസ്മാനാണ്. എനിക്ക് സെക്യൂരിറ്റി സിസ്റ്റംസിൻ്റെ സർവീസ് ഇൻസ്റ്റലേഷൻസ് ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ വേറെ പ്രൊഫഷണൽ ക്ലീനിങ് സർവീസ് കമ്പനിയുണ്ട്. മീൻസ് ഇത് സ്റ്റാർട്ടിംഗ് ആണ്. സോ എല്ലാം കോട്ടയം കൊച്ചി ബേസ്ഡ് ആണ്. ഇതൊക്കെയാണ് എൻ്റെ വീട്ടിൽ. ഫാദറുണ്ട്, മദറുണ്ട്, എൻ്റെ വൈഫുണ്ട്, ഒരു മോനുണ്ട്. മോൻ്റെ പേര് നോവ എന്നാണ്. സോ ഇത്രയാണ്. എനിക്ക് 2 സിസ്റ്റേഴ്സാണ്. ഒരാൾ മാരീഡാണ്, ഒരാൾ ജോലി ചെയ്യുന്ന നേഴ്സാണ്, മറ്റേ ആൾ നേഴ്സ് തന്നെയാണ്. സോ ഇതാണ് എന്നെ പറ്റിയുള്ള ഒരു ബ്രീഫ് എന്ന് പറയുന്നത്. എന്തായാലും നമുക്ക് പോകാം. സ്കോപ്പ് ടോപ്പിലെ ആദ്യത്തെ വീഡിയോ എന്ന് പറയുന്നത് തന്നെ എൻ്റെ ആദ്യത്തെ മോട്ടോ വ്ളോഗിങ് ആണ്, അല്ലെങ്കിൽ എൻ്റെ ആദ്യത്തെ ലോങ് ഡിസ്റ്റൻസ് ടൂറാണ്. ഞാൻ മാക്സിമം പോയിരിക്കുന്ന മൂന്നാർ, ട്രിവാൻഡ്രം ഒക്കെയാണ്. ബട്ട് this will be my first longest tour and first motor vlog, and experience motor vlogil തീരെയില്ല. എന്തായാലും നോക്കാം, ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കുന്നത്. പിന്നെ ലഗേജ് പാക്ക് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിൽ ലഗേജ് ഒരു തരത്തിലാണ് ഇരിക്കുന്നത്. സോ ഓക്കെ, ബാക്കിലെ ലഗേജ് ഒരു തരത്തിലാണ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എനിക്ക് സാഡിൽ ബാഗ് മേടിക്കാൻ പറ്റിയില്ല, സമയം കിട്ടിയില്ല. സോ ഒരു ടെയിൽ ബാഗ് ഉണ്ട്, പിന്നെ വേറൊരു നോർമൽ ജിം ബാഗ് ഞാൻ വെച്ച് കെട്ടിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മേളിലൊരു ടെൻറ്റ് വെച്ചിട്ടുണ്ട്. സോ ഇതൊക്കെ ഒരു തരത്തിൽ ഞാൻ ബഞ്ചി കൂടെ വെച്ചിട്ട് സ്ട്രാപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സോ അവിടെ ഇരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഈ വീഡിയോ കാണുന്ന എല്ലാവരോടും ഒരു റിക്വസ്റ്റാണുള്ളത്. ഇതെൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. സോ മാക്സിമം വീഡിയോസ് ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളോടുള്ള ആകെ ഒരു റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതൊക്കെ എന്നുള്ളതാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇത് ഒന്ന് അനങ്ങത്തുള്ളൂ ഈ ചാനൽ. ഇപ്പം ഞാൻ പറയല്ലോ, പുതിയ ചാനലാണ്. അതിനകത്ത് ആകെ ഇപ്പം ഈ വീഡിയോ ഇടുന്ന സമയത്ത് ഇതിനാകെ ഒരു സബ്സ്ക്രൈബർ എന്തോ ആണുള്ളത്. സോ അത് എൻ്റെ തന്നെയാണെന്ന് തോന്നുന്നു. അപ്പോൾ നിലവിൽ പറയുകയാണെങ്കിൽ വീഡിയോ ഇടുന്ന സമയത്ത് 0 സബ്സ്ക്രൈബേഴ്സാണ്. സോ നിങ്ങളോടുള്ള റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരൊക്കെ ഇത് വീഡിയോ കാണുന്നുണ്ട് അവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെന്നെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. സോ ഇത്രയും കഷ്ടപ്പെട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പം അതിനൊരു എന്താ പറയുക, നിങ്ങളുടെ സപ്പോർട്ട് എന്നുള്ള രീതിയിൽ നിങ്ങളെ കണ്ട് കഴിയാവുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത്രയും മാത്രം മതി, വേറെ ഒന്നും വേണ്ട. ഓക്കെ, അപ്പം ഇതാണ് നിങ്ങളുടെ റിക്വസ്റ്റ്. വരും വീഡിയോസ് നിങ്ങൾക്ക് വരുമ്പോൾ ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റാറ്റസ് ഇടുന്നതായിരിക്കും. ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെയിലി സ്റ്റാറ്റസ് നിങ്ങൾക്കിപ്പോൾ ഞാൻ എവിടെയാണ് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് മനസ്സിലാവും. സോ ഇൻസ്റ്റഗ്രാമും കൂടി ഫോളോ ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. രണ്ടിൻ്റെയും പേര് സ്കോപ്പ് ഇറ്റ് ഓപ്പ് എന്ന് പറഞ്ഞാണ്. രണ്ടിൻ്റെയും ഹാൻഡിൽ സെയിം ആണ്. അപ്പം നമ്മളിപ്പോൾ മണർകാട് ഏറ്റുമാനൂർ ബൈപ്പാസിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ ബസ്സുകാരൊക്കെ ഇറങ്ങിയിട്ടുണ്ട്.
ബസ്സുകാരൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. കേരളം വിട്ട് കഴിഞ്ഞാൽ പ്രൈവറ്റ് ബസ്സിൻ്റെ വലിയ ശല്യം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. കാരണം പിന്നെ ഹൈവേസ് ആയിരിക്കുമല്ലോ. ഹൈവേസ് അല്ലെങ്കിൽ പോലും ഇത്രയും പ്രൈവറ്റ് ബസ് വേറെ എവിടെയെങ്കിലും ഉണ്ടെന്ന് എനിക്ക് സംശയമാണ്. തമിഴ്നാട്ടിൽ കാണുമായിരിക്കും. പക്ഷേ പ്രൈവറ്റ് ബസ് എനിക്ക് തോന്നുന്നു കൂടുതൽ കേരളത്തിൽ തന്നെയാണെന്ന് തോന്നുന്നു. ഇതുണ്ടൊരു പുതിയ ഹോട്ടലാണ്. ഇതാണ് പേരൂർ. പണ്ട് ഞാൻ കൊച്ചിലേക്ക് ഇതിലാണ് വരുമായിരുന്നു. ഇവിടെ ഒരു പ്രാർത്ഥനയ്ക്ക് കൂടുന്ന ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഞാൻ മമ്മിയായിട്ട് കൊച്ചിലെ ഇവിടെയൊക്കെ വന്നിട്ടുണ്ട്. അന്ന് ഈ ഒരു ഏരിയ ഇതുപോലെയല്ല. ഈ ബൈപ്പാസ് ഡെവലപ്പായി കഴിഞ്ഞിട്ടാണ് ഇതിങ്ങനെ ആയത്. ഇപ്പോൾ സച്ചിനീരേ കഠേ ദിനരാ എൻ്റെ ഗിയറിൻ്റെ അത് ലിവർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഈ ഒരു റൈഡിങ് ബൂട്ട് ഇട്ടിട്ട് ഡൗൺ ചെയ്യാനും ഭയങ്കര പാടാണ്. അതെവിടെയെങ്കിലും നിർത്തുന്ന സമയത്തൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഈ റൈഡ് നേരെ ലേയിലേക്ക് പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ബട്ട് ഇപ്പം അവിടെ റോഡ് ക്ലോസ്ഡ് ആണ്. അവിടുത്തെ കണ്ടീഷൻ വളരെ മോശമാണ്. നമ്മൾ അങ്ങോട്ട് പോകാൻ പറ്റില്ല. സോ ഞാനത് ആലോചിക്കുന്നത്. കാരണം അല്ലെങ്കിൽ പിന്നെ വീണ്ടും ലേക്ക് വേണ്ടി ഒന്നുകൂടെ പോകേണ്ടി വരും. ഇറ്റ്സ് ഓക്കെ, വിൽ ഗോ നെക്സ്റ്റ് ടൈം. ബട്ട് ഈ പ്രാവശ്യം നമുക്ക് നേരെ മെയിൻ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ഗോവയാണ്. പോകുന്ന വഴി ഗോവ കാണണം. പിന്നെ ഗോവയിൽ നിന്ന് നേരെ മുംബൈയിൽ നിന്ന് രാജസ്ഥാൻ, അഹമ്മദാബാദ്, രാജസ്ഥാൻ, അവിടെ വരെയാണ് ഞാനിപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നത് ഞാനിപ്പോൾ പ്ലാൻ ചെയ്തിട്ടില്ല. എൻ്റെ വണ്ടിയുടെ കാര്യം ഞാൻ പറഞ്ഞിട്ടുള്ളൂ. എൻ്റെ വണ്ടിക്ക് ഞാനിപ്പോൾ പേരൊന്നും ഇട്ടിട്ടില്ല. എൻ്റെ വണ്ടി എന്ന് പറയുന്നത് സ്പീഡ് 400 ആണ്. ട്രയംഫ് സ്പീഡ് 400 ആണ്. ലഗേജ് കയറിയപ്പോഴത്തേനും നല്ല രസമുണ്ട് ഓടിക്കാൻ. ലഗേജ് കയറിയോണ്ടാണോ അതോ ഈ റൈഡിങ് ഗിയർ സെറ്റ് ചെയ്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. ഇതാണ് കേട്ടോ ഏറ്റുമാനൂർ ക്ഷേത്രം. അതെൻ്റെ ഒരു എനിക്കൊന്ന് വടക്കും ഗോപുരം അതാണ് അവിടെ കാണാം. കോട്ടയത്തുള്ളവർക്കറിയാമല്ലോ ഈ ഒരു എക്സ്റ്റൻഷൻ. നമ്മളിപ്പോൾ കണ്ട സിഗ്നലിൽ നിന്ന് ഈ ഒരു എക്സ്റ്റൻഷൻ ഈ ഇടയ്ക്ക് ഓപ്പൺ ആയതാണ്. അതുകൊണ്ടാണ് ഇത്രയും ഭംഗിയായിട്ടിരിക്കുന്നത്. സോ നന്നായി കേട്ടോ. കാരണം അല്ലെങ്കിൽ ഏറ്റുമാനൂർ ടൗണിൽ കൂടെ ക്രോസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മച്ചി എന്നാ പാടാന്നറിയാം. ചങ്ങനാശ്ശേരി അതുപോലെ തന്നെ പുതുപ്പള്ളി ആ ഏരിയ എന്നൊക്കെ വരുന്നവർക്ക് വളരെ അനുഗ്രഹമാണ്. ഏറ്റുമാനൂർ എപ്പം ചെന്നാലും ബ്ലോക്ക് അല്ലെങ്കിൽ സ്ലോ ആയിരിക്കും. പട്ടിത്താനം എത്തിക്കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. ഇത് നേരെ പട്ടിത്താനത്ത് കണക്റ്റ് ആവും. അതാണ് എംസി റോഡ്. ഈ ഒരു ബൈപ്പാസ് വന്നത് വളരെ ഗുണം ചെയ്തിട്ടുണ്ട്. കണ്ട് ഈ ഒരു ഹോട്ടലിന് എഴുതിയിരിക്കുന്നുണ്ട്, ഹോട്ടൽ ബൃന്ദാവൻ. ഞാൻ മിക്കവാറും എറണാകുളം പോകുമ്പോൾ അല്ലെങ്കിൽ ഏറ്റുമാനൂർ വരുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ട സമയമാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നാണ് കഴിക്കുന്നത്. ഇതാണ് പട്ടിത്താനം. പട്ടിത്താനം റൗണ്ടാണിത്. ഗുഡ് മോർണിംഗ് കൊച്ചി. നമ്മളിപ്പോൾ അങ്ങനെ കൊച്ചി എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇവിടുന്ന് കേട്ടോ എൻ്റെ ഹെൽമെറ്റ് മേടിച്ച കോഴ്സുകളാണ്. നമ്മളിപ്പോൾ അങ്ങനെ വൈറ്റിലെത്തിയിരിക്കുകയാണ്. കണ്ണിലേക്ക് നല്ല ക്ഷീണമുണ്ട്. കാരണം ഇന്നലെ വൈകിട്ട് ആകെ 2 മണിക്കൂറാണ് ഉറങ്ങിയത്. കാരണം ഇത് പാക്കിങ് വണ്ടി സെറ്റപ്പ് എല്ലാം കൂടെ കൂട്ടി ഉറങ്ങിയപ്പോഴത്തേനും കിടന്നപ്പോഴത്തേനും 1 മണി അതുണ്ടായി. രാവിലെ 4 മണിക്ക് എഴുന്നേറ്റു.
ഇപ്പോൾ ആകെ 1-2 മണിക്കൂർ സ്ലീപ്പ് കിട്ടിയുള്ളൂ. ഇടയ്ക്ക് നിർത്തി കോഫി കുടിക്കണം, പറ്റുവാണെങ്കിൽ അതിൻ്റെ കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഞാൻ പ്രോട്ടീൻ ബാർ എടുത്തിട്ടുണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് ബാറല്ലേ, അതൊരു 3-4 ഉണ്ട്. സോ മേ ബി അതോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും ദോശ എന്തെങ്കിലും കഴിക്കണം. അപ്പോൾ നമ്മൾ കറക്റ്റ് ഇപ്പോൾ ഉള്ളത് വൈറ്റിലാണ്. പിന്നെ ഗ്ലൗസ് ഇട്ടില്ല, ഗ്ലൗസ് എടുത്ത് വെച്ചിരിക്കുകയായിരുന്നു. രാവിലെ ആണ്ട് വെയിലാവട്ടെ എന്ന് വിചാരിച്ചു. വെയിലിന് വേണ്ടിയിട്ടല്ല, എങ്കിൽ പോലും കുറച്ച് എയർ കയറട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ ഗ്ലൗസ് ഇട്ടില്ലായിരുന്നു. ഇനി ഗ്ലൗസ് ഇടണം. സമയം ഇപ്പോൾ 8:03. ട്രയംഫ് വൈറ്റിലാണ്. ഇത് ഓപ്പൺ ആകുമായിരുന്നു, കയറി ജസ്റ്റ് ഒന്ന് ടോപ്പ് ബോക്സിൻ്റെ റേറ്റൊക്കെ ഒന്ന് ചോദിക്കായിരുന്നു. ടോപ്പ് ബോക്സ് വേണം, ബട്ട് ടോപ്പ് ബോക്സ് വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ പുറകിൽ ഏറ്റവും ബാക്കിലിരിക്കുന്ന ബാഗിൽ ഉള്ള സാധനങ്ങൾ ടോപ്പ് ബോക്സിൽ വെച്ച് തൽക്കാലത്തേന് ഹെൽമെറ്റ് വെക്കുന്ന വരെ വെക്കാൻ പറ്റില്ല. ഈ കൊച്ചി വരെയുള്ള യാത്ര തന്നെ അത്ര എക്സൈറ്റ് ആകില്ല. ബട്ട് ഒരു ട്രാവൽ പോകാന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. ബട്ട് മോസ്റ്റ്ലി ഞാനിപ്പോൾ കൂടുതൽ എക്സൈറ്റഡ് ആകുന്നത് ഈ എറണാകുളം കഴിയുമ്പോഴായിരിക്കും. ബിക്കോസ് എറണാകുളം നമ്മൾ മിക്കവാറും വരുന്ന ഒരു സ്ഥലമല്ലേ, മിക്കവാറും വരുന്നതാണ്. അപ്പം അതത്ര എക്സൈറ്റഡ് അല്ല. ബട്ട് ട്രിപ്പ് പോകുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. ഇപ്പോൾ എറണാകുളം കഴിയുമ്പം സ്ഥിരം കാണുന്ന സ്ഥലമല്ലാത്തതുകൊണ്ട് റോഡ് ട്രിപ്പും അധികം പോയിട്ടില്ലല്ലോ. ഈ ഒരു വടക്കോട്ടുള്ള ഏരിയയിൽ ഞാൻ അധികം പോയിട്ടില്ല. അപ്പോൾ എറണാകുളം കഴിയുമ്പോൾ കൂടുതൽ എക്സൈറ്റ്മെൻറ്റ് കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ പിന്നെ എൻ്റെ ക്ലീനിങ് സർവീസ് കമ്പനിയുടെ പേര് പറഞ്ഞില്ല. എൻ്റെ പേര് ക്ലീൻ വർക്ക്സ് എന്നാണ്. ക്ലീൻ വർക്ക്സ്, WARKS. അപ്പം അതിൻ്റെ ഓഫീസ് വരുന്ന പാലാരിവട്ടമാണ്. അതായത് ഏകദേശം ഇവിടെയൊക്കെ ആയിട്ട് വരും. ഇടയ്ക്ക് നിർത്താൻ സമയമായി, നിതംബങ്ങൾ വേദനിക്കുന്നു. പക്ഷേ നോർമൽ ജീൻസ് ഇട്ട് റൈഡ് ചെയ്യുമ്പോൾ ഉള്ളൊരു പ്രശ്നം തോന്നുന്നില്ല എനിക്ക്. ഒരു ഇതിൻ്റെ ഈ വഴിയാണ് അങ്ങോട്ട് നമ്മൾ ഓഫീസിൽ പോകുന്നത്. നോർമൽ ജീൻസ് ഇട്ട് റൈഡ് ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നില്ല എനിക്ക്. റൈഡിങ് ഗിയേഴ്സ് ഇട്ടിട്ട് മീൻസ് ആകെ മുട്ട് ബെൻഡാകുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട്. നോർമൽ ജീൻസൊക്കെ ഇട്ട് റൈഡ് ചെയ്യുമ്പം എങ്ങനെ ആയാലും കോട്ടയത്ത് നിന്ന് എറണാകുളം വരുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു പ്രാവശ്യമെങ്കിലും മിക്കവാറും നിർത്തും, എപ്പോഴും നിർത്തില്ല. ഈ ഒരു ബുദ്ധിമുട്ടാണ്. ബട്ട് ഈ റൈഡിങ് ബാൻഡ് ഇട്ടിട്ട് അത്ര ബുദ്ധിമുട്ട് തോന്നുന്നില്ല. വേദന എടുക്കുന്നുണ്ട്, മീൻസ് അത് എന്തായാലും നടത്തണം. ബട്ട് ഇപ്പോഴാണ് ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു കുറച്ചുകൂടെ ഒരു സ്ട്രെസ് എടുക്കാൻ തുടങ്ങിയത്. അല്ലെങ്കിൽ ജീൻസ് ഇടുമ്പം കൂടുതൽ സ്ട്രെസ്ഡാണ് തോന്നുന്നു. ഈ സമയമാണ്ട് വലിയ പരിക്കില്ലാതെ ഇവിടം വരെ എത്തി. ഇടപ്പള്ളിയിലും വലിയ തിരക്ക് കാണില്ല, 8 മണിയല്ലേ ആയുള്ളൂ. എന്തായാലും തിരക്കാവുന്നതിന് മുമ്പ് എറണാകുളം ക്രോസ് ചെയ്യണം. പിന്നെ ഹൈവേ ആയിരിക്കുമല്ലോ. ടൗണിൽ കയറുമ്പോൾ ഉള്ള തിരക്കേ കാണുള്ളൂ. ഇത് ആദ്യമായിട്ട് ഞാൻ വ്ളോഗ് ചെയ്യാണ്. ഞാൻ ഇതുവരെ ഇതിൻ്റെ ഇതൊന്നും കേട്ടില്ല. ഇപ്പം ഇതിൻ്റെ വോയിസ് ഒന്നും കേട്ടില്ല എങ്ങനെയാണ്. കാരണം എൻ്റെ വായോട് മുട്ടിയാണ് ഇതിൻ്റെ മൈക്ക് ഇരിക്കുന്നത്. ഇതുവരെ കേട്ട് നോക്കാൻ പറ്റിയില്ല. എങ്ങനെയുണ്ട് ഗൈസ് സൗണ്ട്? പിന്നെ ഞാൻ വ്ളോഗ് ചെയ്യുമ്പോൾ ക്വാളിറ്റിയിൽ എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ വേണമെങ്കിൽ സജസ്റ്റ് ചെയ്യാവുന്നതാണ്. കാരണം ഞാൻ തന്നെ കേൾക്കുമ്പോൾ ചിലപ്പം എനിക്കെല്ലാം മനസ്സിലായെന്ന് വരില്ല. പുതിയതായിട്ട് കാണുന്ന നിങ്ങൾക്ക് ചിലപ്പോൾ അത് മനസ്സിലാക്കാൻ പറ്റും. സോ എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ പ്ലീസ് ഗിവ് ഇറ്റ് മീ. 9 മണി ആകാറാകുന്നു. 9 മണി ആയില്ല, 8 മണി കഴിഞ്ഞു. ഇനി 9 മണി ആകുമ്പോഴത്തേനും ഓരോ കോൾസ് വരും, ബിസിനസ് കോൾസ്. അത് അറ്റൻഡ് ചെയ്യണം. അങ്ങനെ നമ്മൾ ഇടപ്പള്ളി എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇടപ്പള്ളി സിഗ്നൽ ലുലുബാൾ എത്തിയിരിക്കുകയാണ്. ലുലുബാൾ ഞങ്ങളുടെ കോട്ടയത്ത് ലുലു മാൾ വന്നു കേട്ടോ. അത് വലിയൊരു അനുഗ്രഹമായി. കാരണം നല്ലൊരു ഹൈപ്പർ മാർക്കറ്റിൻ്റെ കുറവുണ്ടായിരുന്നു കോട്ടയത്ത്. അതെന്തായാലും തീർന്നു. മീൻസ് വെറൈറ്റി ഓഫ്
ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നതുകൊണ്ട് എനിക്ക് വളരെ ആശ്വാസമാണ്. കാരണം മോന് വേണ്ടിയിട്ട് ഞാൻ ഇടയ്ക്ക് ഫ്രൂട്ട്സ് മേടിക്കുന്നത് എറണാകുളം വരുമ്പം ലുലു എന്നാണ് മേടിക്കുന്നത്. നല്ലൊരു ഹൈപ്പർ മാർക്കറ്റ് കോട്ടയത്തില്ലായിരുന്നു. ക്വാളിറ്റി ഓഫ് ഫ്രൂട്ട്സ് അല്ലെങ്കിൽ വെറൈറ്റി ഓഫ് ഫ്രൂട്ട്സ് കിട്ടുന്നുണ്ട്. ടോണിക്കോ മാർട്ടുണ്ട്, ബട്ട് ഇറ്റ്സ് വെരി എക്സ്പെൻസീവ്. ഇത് ചോയ്സസ് കുറവാണ്, റേറ്റിലൊന്നും ഒരു വിട്ടുവീഴ്ചയില്ല. ഇച്ചിരി പ്രീമിയമാണത്. ലുലു എന്നും പറഞ്ഞിട്ട് പ്രീമിയം അല്ല, ലോക്കലാന്നല്ല ഞാൻ പറഞ്ഞു തരുന്നത്. ബട്ട് അത് നല്ലൊരു കാര്യമാണ് കേട്ടോ അത് വന്നത്. കാരണം അവിടെ മറ്റേ ഫൺ ടൂറൊക്കെ ഉണ്ടല്ലോ, കുട്ടികളെ കൊണ്ടൊക്കെ ഇടയ്ക്ക് പോകണമെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. ഹൈജീനാണ്, ഫുഡ് കോർട്ട്സ് ഉണ്ട്, അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല കുറച്ച് ബ്രാൻഡ്സ്, ഇൻ്റർനാഷണൽ ബ്രാൻഡ്സ് ഒന്നും ഇല്ല എന്നുള്ളതേ ഉള്ളൂ. അതിനുള്ള സ്പേസ് അവിടെ ഇല്ല. അതൊക്കെ ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു. പിന്നെ ഫൺ ടൂറിന് ലിമിറ്റഡ് ആണ്, ബട്ട് ഇറ്റ്സ് ഇനഫ്. നോ, ഫോർ കോട്ടയം ഇറ്റ്സ് ഇനഫ്. ലുലു കണക്റ്റിലാണെങ്കിൽ പോലും അത്യാവശ്യം സാധനങ്ങളുണ്ട്. പത്തടിപ്പാലം മെട്രോ സ്റ്റേഷൻ, ദ ഫസ്റ്റ് കോൾ ഓഫ് ദ ഡേ. എന്താ അല്ലേ, കാട്ടിൽ നടക്കേണ്ട ആന വണ്ടിയെ കെട്ടി വെച്ചുകൊണ്ട് പോകുന്നുണ്ട്. വളരെ നല്ല കാര്യം. അയ്യോ, ഞാൻ റൂട്ട് നോക്കിയില്ല കേട്ടോ. ഞാനിപ്പം എനിക്ക് ആകെ നെടുമ്പാശ്ശേരി വരെയുള്ള റൂട്ടേ അറിയത്തുള്ളൂ. മീൻസ് അതല്ല, തൃശ്ശൂരൊക്കെ അറിയാം. ബട്ട് ഗൂഗിൾ മാപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഏകദേശം നല്ല റൂട്ട് കാണിച്ചു തരുമല്ലോ. അപ്പം എവിടെയെങ്കിലും നിർത്തി കാപ്പി കുടിച്ചിട്ട് റൂട്ട് സെറ്റ് ചെയ്ത് മാപ്പിടാം. ഇൻഡിക്കേറ്റർ ഞാൻ ഇപ്പോഴാണ് ഓഫ് ചെയ്യുന്നത്. ഇൻഡിക്കേറ്റർ മറന്നു പോകാനുള്ളൂ. എനിക്കാണെങ്കിൽ അതിൻ്റെ ഡാഷ് ശരിക്കും കാണാൻ വയ്യ, ഈ ഫോൺ വെച്ചിരിക്കുന്ന കാരണം. വേറെ എന്തെങ്കിലും സിസ്റ്റം ചെയ്യണം. അത് ഇല്ലെങ്കിൽ പോലും ചിലപ്പോൾ പെട്ടെന്ന് ശ്രദ്ധിക്കത്തില്ല ഇൻഡിക്കേറ്റർ പഴയ നമ്മുടെ സ്കൂട്ടറിനൊക്കെ കൊടുക്കത്തില്ല നേരത്തെ സൗണ്ടുള്ള കീ അടിക്കുന്നത്. പക്ഷെ ഇതിനൊക്കെ അത് വെച്ച് കഴിഞ്ഞാൽ ഈ കുറച്ച് സമയമായിട്ട് ഞാൻ ഈ എറണാകുളത്ത് ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്ക സിഗ്നൽസ് അവർ ഓഫ് ചെയ്യണം. മീൻസ് ട്രാഫിക്കിലെ ഓഫ് ചെയ്തിട്ട് അവർ ഓൾട്ടർനേറ്റീവ് റൂട്ട് കൊടുത്തിട്ട് ഒരു എന്താ പറയുക ഫ്രീ ഫ്ലോയിങ് ആയിട്ടുള്ള ട്രാഫിക് എനിക്ക് അവർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പം ഇവൻ ഇടപ്പള്ളിയിലാണെങ്കിൽ നമ്മളിവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പം പാലത്തിനടിയിൽ കൂടെ യൂ ടേൺ എടുത്ത് ലുലുവിൽ പോയില്ലേ, അതൊക്കെ ക്ലോസ് ചെയ്തിട്ട് അതിന് ഇപ്പുറത്തോളം യൂ ടേൺ ആക്കി. അതുപോലെ തന്നെ അവിടെ നിന്ന് റൈറ്റ് എടുത്തിട്ട് മറ്റേ അങ്ങോട്ടൊക്കെ പോകത്തില്ല, എന്താ പറയുക ചേരാൻ നല്ലതാണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ആ റൈറ്റൊക്കെ ക്ലോസ് ചെയ്ത് അവർ അപ്പുറത്തോടെ യൂ ടേൺ ആക്കി. അപ്പം ആ ഒരു സിഗ്നൽ ഒഴിവായില്ലേ. അതുപോലെ തന്നെ ഈ ഒരു റോഡിൽ പല സ്ഥലത്തും ഞാനിങ്ങനെ കണ്ടായിരുന്നു. നല്ല കാര്യമാണ്. കാരണം ഫ്രീ ഫ്ലോയിങ് ആണെന്നുണ്ടെങ്കിൽ അത്രയും ടൈം ലാഭിക്കല്ലോ ആൾക്കാർക്ക്. ഇതൊരു ബോട്ടിലൊക്കെയാണ് ഇവിടെ. കാരണം വീതി കൂടി ഏരിയയിൽ ഇത്രയും വണ്ടി വന്നിട്ടേ ഈ ഒരു ബ്രിഡ്ജിൽ വരുമ്പോഴത്തേനും സ്റ്റക്കാവും. സോ ഇറ്റ്സ് എ ബോട്ടിൽ നെക്ക്. ഗൈസ്, ഒരു എക്സൈറ്റിംഗ് അപ്ഡേറ്റ് ഉണ്ട്. ഞാൻ അങ്കമാലിയിൽ നിന്ന് റൈറ്റ് എടുത്തു. എങ്ങോട്ടാണെന്ന് മനസ്സിലായവർക്ക് മനസ്സിലായി കാണും. വേറെ എങ്ങോട്ടാലും നമ്മൾ പോകാൻ പോകുന്ന റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തത് നേരെ പോയി കണ്ണൂർ, മംഗലാപുരം, കാസർഗോഡ്, അങ്ങനെ കാസർഗോഡ് മംഗലാപുരം പോകാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ നമ്മൾ റൂട്ട് ചേഞ്ച് ചെയ്തിട്ട് ആതിരപ്പള്ളി, വാഴച്ചാൽ, വാൽപ്പാറ വഴി പൊള്ളാച്ചി, കോയമ്പത്തൂർ, ഊട്ടി, മൈസൂർ വഴിയായിരിക്കും നമ്മൾ പോകുന്നത്. ഓക്കെ, സോ ഇവിടെ വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് ബോർഡ് കണ്ടപ്പം ആതിരപ്പള്ളി കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു വഴി വാങ്ങി കുറച്ച് എക്സൈറ്റഡ് ആയിട്ടുള്ള വ്യൂസ് കിട്ടും, വീഡിയോയ്ക്ക് പറ്റിയ കുറച്ച് നല്ല വ്യൂസ് കിട്ടും. മറ്റേന്ന് പറഞ്ഞാൽ ജസ്റ്റ് പ്ലെയിൻ റോഡല്ലേ, ഇവിടുന്ന് മംഗലാപുരം അങ്ങനെ പോയി കഴിഞ്ഞാൽ ജസ്റ്റ് പ്ലെയിൻ റോഡല്ലേ. പിന്നെ നമ്മൾ മൈസൂർ ചെന്നിട്ട് മൈസൂർ സ്റ്റേ അടിച്ചിട്ട് അവിടുന്ന് നേരെ മംഗലാപുരം വഴി നേരെ നമ്മുടെ ആദ്യം പറഞ്ഞ റോട്ടിലേക്ക് കയറും. എൻ്റെ അമ്മച്ചി ഒരു ചാട്ടം ചാടിയിട്ട്. സോ അതല്ലേ മാസം. സോ അപ്പം നമുക്ക് അങ്ങനെ പോകും. ഞാൻ നാളെ ഇതിലേ വന്നപ്പോൾ എനിക്ക് ഹിമാലയ ഉണ്ടായിരുന്നു ഇതിനു മുമ്പ്.
ട്രയംഫിന് തൊട്ട് മുമ്പ് ഹിമാലയൻ എടുത്തായിരുന്നു. കാരണം ഹിമാലയൻ എനിക്ക് ഈ ടൗണിൽ കൂടെ കൊണ്ടു നടക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഞാനത് കൊടുത്തു. ചില സമയങ്ങളിൽ ചില പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ അതൊരു മണ്ടത്തരമായിരുന്നു എന്ന് തോന്നും. ബട്ട് എനിവേ അത് ഞാൻ കൊടുത്തു. ആ സമയം അത് ഹിമാലയൻ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ഇതുവഴി വന്നിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ മലക്കപ്പാറ വരെ പോയിട്ടുണ്ട്. വാൽപ്പാറയ്ക്ക് പോകണമെന്ന് നടന്ന് ടൈം ഇല്ലാത്ത കാരണം പോയില്ല. മലയാളി പറഞ്ഞ ടൈം കിട്ടിയില്ല. അപ്പോൾ പറഞ്ഞു തന്നാൽ ആ സമയത്ത് ഈ റോഡെല്ലാം പണി നടക്കായിരുന്നു. ഇവിടെ എല്ലാം കുന്നും കുഴിയൊക്കെ ആയിട്ട് ഞാനോ കിടക്കുമായിരുന്നു. മണ്ണൊക്കെ മറ്റേ മെറ്റലൊക്കെ ഇട്ടിട്ട് പണി നടക്കുമായിരുന്നു. ഇപ്പം ഇത് ഈ ഒരു പരുവാക്കിയിട്ടുണ്ട്. പുറത്തുനിന്ന് കുറേ വണ്ടി ഇറങ്ങുന്നുണ്ടല്ലോ. ഒരു ഗുജറാത്ത് വണ്ടിയല്ലേ പോയത്, BMW. പുറത്തുനിന്ന് ശരിക്കും വണ്ടി ഇറങ്ങുന്നുണ്ട്. അത് കാരണം ഇപ്പം മിക്കവാറും BMW ബെൻസും ഒക്കെയാണ്. ബട്ട് പുറത്തുനിന്ന് എടുത്താലുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർവീസ് വരുമ്പോഴാണ് എങ്ങാനും വല്ല പണിയും കിട്ടിക്കഴിഞ്ഞാണല്ലോ ആട്ടപ്പളവും. പുതിയ വണ്ടി മേടിക്കുന്ന പൈസ ആവും. അതാണ് ഈ ലക്ഷറി വണ്ടി എടുത്താലുള്ള കുഴപ്പം. പക്ഷെ ടൊയോട്ടയൊക്കെയാണ് എവിടെയിട്ടേലും പണിയാം. ഇത്രയൊന്നും എക്സ്പെൻസ് ആവത്തില്ല. നോക്കി എടുക്കണമെന്നേ ഉള്ളൂ. ഈ ലഗേജൊക്കെ ആയിട്ട് ഇനി മലക്കപ്പാറ കയറ്റി വിടുമോ? വിടുമായിരിക്കും, നോക്കാം. ഗൈസ്, എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ കിടപ്പുണ്ട് കേട്ടോ എൻ്റെ ഹിമാലയൻ്റെ വീഡിയോസ്. അന്ന് മലക്കപ്പാറ പോയതിൻ്റെയൊക്കെ വീഡിയോസ് അതിനകത്ത് കിടപ്പുണ്ട്. റീല് ഇട്ടിട്ടുണ്ട് അതിനകത്ത്. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ ഹിമാലയം കാണാൻ പറ്റും. ഐ മിസ് ദാറ്റ് സം ടൈം. ബട്ട് ചില സമയങ്ങളിൽ നമ്മൾ ചില തീരുമാനങ്ങൾ എടുക്കണമല്ലോ. ആ തീരുമാനങ്ങൾ എടുത്തേ പറ്റൂ. ആ സമയത്ത് അതായിരുന്നു ശരി. സോ ഐ ടുക്ക് ഇറ്റ്. ഒത്തിരി ഇമോഷണലായിട്ട് അറ്റാച്ച്ഡ് ആയിട്ട് കാര്യമില്ല. കാരണം അത് ചില കാര്യങ്ങൾ നമ്മളെ പുറകോട്ടടിക്കും. നമ്മൾ എന്തെങ്കിലും തീരുമാനം എടുക്കേണ്ട ആവശ്യകത ഉണ്ടായാൽ തീരുമാനം എടുക്കണം, എടുത്തേ പറ്റൂ. അതിൽ നമ്മൾ സെൻറ്റിമെൻറ്റ്സ് ഫീലിങ്സ് വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലെന്നാണ് എൻ്റെ ഒരു പക്ഷം. അതിൻ്റെ ടയർ 10,000 ആയി, ഞാൻ ഇതുവരെ മാറിയില്ല. ഒരു 3,000 കൂടെ ഓടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം അതിൽ ആ ലൈൻ ഉണ്ടല്ലോ, അതിൻ്റെ ആ കട്ട തീരുന്ന ആ ലൈൻ അവിടെ ആയിട്ടില്ല, കുറച്ചും കൂടെ ഉണ്ട്. ശരിക്കും ഞാൻ സർവീസ് സെൻറ്ററിൽ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് 8 അല്ലെങ്കിൽ മാക്സിമം 10 പ്രതീക്ഷിച്ചാൽ മതി എന്നാണ് പറഞ്ഞത് ടയർ. ബട്ട് ഇത്ര എനിക്ക് കിട്ടി. ഐ ആം വെരി മച്ച് എക്സൈറ്റഡ് അബൌട്ട് ദ മലക്കപ്പാറ റൈഡ്. അത് കാടിനകത്തൂടല്ലേ, നല്ല എക്സൈറ്റഡ് ആണ്. കാരണം ഞാൻ ഓർക്കുന്നുണ്ട്, നല്ല രസമാണ്. കാരണം പ്യുവർ ജംഗിളിനകത്തൂടല്ലേ റൈഡ്. നല്ലൊരു ഫീലാണ്. വേറെ ഒന്നുമില്ല, നമ്മൾ മാത്രം. എല്ലാ കടുവയും പുലിയും ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വലിച്ചോണ്ട് ഓടുക എന്നല്ലാതെ വേറെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ ശരിക്കും മാംഗ്ലൂരിന് നേരിട്ട് പോകേണ്ട ഞാനിപ്പോൾ ശരിക്കും നന്നായിട്ട് വളഞ്ഞാണ് മൂക്കെ പിടിക്കുന്നത്. ബട്ട് ഐ തിങ്ക് ഇറ്റ്സ് വർത്ത് ഇറ്റ്, നോ അല്ലേ? കാരണം നമുക്ക് ആതിരപ്പള്ളി വാഴച്ചാൽ, മലക്കപ്പാറ, വാൽപ്പാറ അങ്ങനെ കയറി പിന്നെ കോയമ്പത്തൂർ നിന്ന് ഊട്ടിയല്ലേ പോകുന്നത്. ഊട്ടിക്ക് പോകുന്ന വഴിക്കല്ലേ മറ്റേ മുസ്ലിംകുടിയാ, ഐ തിങ്ക് സോ. അതും കൂടെ കിട്ടുവാണെങ്കിൽ ഇറ്റ്സ് വർത്ത് ഇറ്റ്. ഇവിടെ എന്തോ ടോള് പോലെ എന്തോ സെറ്റപ്പാണ്. ഇതിനകത്തൂടെ പോകണമെങ്കിൽ ചോദിച്ചു നോക്കാം. ഷിൻഡു ആ വരുന്നില്ല. പേയ്മെന്റ് വരും. ഓക്കെ, പേരെഴുതിയാൽ മതി. ഗായ്സ്, അങ്ങനെ അവിടെ ടിക്കറ്റ് ഒന്നുമില്ല. അവിടെ പേര് കൊടുത്താൽ മതി. ഇതെന്ത് ഗവൺമെൻറ് വല്ലതായിരിക്കും. മറ്റേ എണ്ണപ്പനയല്ലേ അതാവാൻ പോകും.
തേണ്ട എണ്ണപ്പന കിടക്കുന്നു. മറ്റേ പാം ഓയിൽ ഉണ്ടാക്കുന്ന സെറ്റപ്പാണെന്ന് തോന്നുന്നു. എൻ്റെ ഓർമ്മയിൽ അതാണ്. അപ്പോൾ ഏഴാറ്റുമുഖം വഴിയാണ് നമ്മൾ പോകുന്നത്. അവിടെ പേരെഴുതുക. തിരിച്ചു വരുമ്പോൾ ഒരു നമ്പർ പറഞ്ഞാൽ മതി. നമ്പർ പറഞ്ഞാൽ മറന്നു. എന്തായാലും നമ്മളിതിൽ തിരിച്ചു വരുന്നില്ലല്ലോ. തോട്ടി വെച്ചിട്ടാണ് പറിക്കുന്നത് അല്ലേ? ഓക്കെ, ഇതാണ് കേട്ടോ നമ്മുടെ ബൈക്ക് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. രാവിലെ കാണിക്കാൻ പറ്റിയില്ല, രാവിലെ നേരത്തെ ഇറങ്ങിയ കാരണേ. നമ്മളിപ്പോൾ ആതിരപ്പള്ളിയാണ് ഉള്ളത്. ഞാനിപ്പോൾ ഈ ഒരു കടയിൽ കയറി ഒരു നെയ് റോസ്റ്റ് ഒരു കാപ്പിയും കുടിച്ചു. ഒരു ആവറേജ് നെയ് റോസ്റ്റ് കുഴപ്പമില്ല കേട്ടോ. പക്ഷേ ഒരു കാപ്പി നെയ് റോസ്റ്റ് 80 രൂപയുള്ളൂ. പക്ഷേ സാറിന് ഇവിടെയൊക്കെ കൂടുതൽ വരണ്ടാണ്. അപ്പം നമ്മൾ ഇവിടുന്ന് നേരെ ആതിരപ്പള്ളിയിൽ നിന്ന് നേരെ വാഴച്ചാൽ വഴി മലക്കപ്പാറയ്ക്ക് പോകാം. ലെറ്റ്സ് ഗോ. മറ്റേ എഴുതി കൊടുക്കണ്ടേ ഇപ്പം? ആ, അത് റീയൂസ് ചെയ്യുന്ന ഷിൻഡു. ഗായ്സ്, ഇത് കണ്ടത് കൊടും കാടാണ് ശരിക്കും. ഞാനിപ്പോൾ ക്യാമറ ഓൺ ചെയ്യാൻ കാര്യം വഴിയിലെല്ലാം ഫ്രഷ് ആനപ്പിണ്ടം കിടക്കുന്നു. കണ്ടിട്ട് നല്ല പേടിയാവുന്നുണ്ട്. കാരണം ഈ മുളയൊക്കെ ഇങ്ങനെ വലിച്ച് പറിച്ച്, മുളന്തണ്ടൊക്കെ വലിച്ച് പറിച്ച് ഇങ്ങനെ ഇട്ടിരിക്കുന്നു. വഴിയിലൊക്കെ കുറേ ഫ്രഷ് ആനപ്പിണ്ടം കണ്ട് നന്നായിട്ട് പേടിയായി എനിക്ക്. കാരണം ഒറ്റക്കല്ലേ ഉള്ളൂ. പോകുന്ന വഴിക്കെല്ലാം ഇങ്ങനെ ഈ ബസ് കയറിയിട്ട് ബസ് സർവീസ് ഉണ്ടെന്ന് തോന്നുന്നു ഈ റൂട്ടിൽ. അപ്പം ബസ് കയറി ചതഞ്ഞരഞ്ഞ ആനപ്പിണ്ടം ഒത്തിരി കിടപ്പുണ്ട്. അതല്ലാതെ ഫ്രഷ് ആനപ്പിണ്ടം കിടപ്പുണ്ട്. ഓ മൈ ഗോഡ്. കാടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണല്ലോ, കാട് തന്നെയാണ്. ഒറ്റയ്ക്ക് പോയാൽ എന്തായാലും പേടിയാവും. പ്രത്യേകിച്ച് ബൈക്ക്. കാറാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. അകത്തായിരിക്കുന്നെങ്കിൽ ചവിട്ടിയായിരിക്കും, അത് വേറെ കാര്യം. പേടിച്ചിട്ടുണ്ടല്ലോ, ഒരു രക്ഷയില്ല. ഇവിടെ നിന്നൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. ഹേ ഗൈസ്, നമ്മളിപ്പോൾ മറ്റേ മലക്കപ്പാറ ഡാമില്ലേ, അതിൻ്റെ ഫ്രണ്ടിലാണുള്ളത്. എൻ്റെ ഗോപ്രോയുടെ ചാർജ് തീർന്നുപോയി. അപ്പം അത് കാരണം ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് എന്നാൽ പിന്നെ അതിൻ്റെ കൂടെ ഒരു മാഗിയും കൂടെ കഴിച്ചേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മാഗിയും കഴിച്ചിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി നിർത്തിയതാണ്. ഗോപ്രോ ഇവിടെ ചാർജ് ആവുന്നുണ്ട്. ഞാനിപ്പോൾ എൻ്റെ പവർ ബാങ്കിൽ നിന്ന് ചാർജ് ചെയ്യാനിട്ടിട്ടുണ്ട്. അപ്പം അതൊന്ന് ചാർജ് ആയിട്ട് ഒരു മാഗിയും കൂടെ കഴിച്ചിട്ട് പോയേക്കാം. ഹലോ ഗൈസ്, നമ്മളിപ്പോൾ മലക്കപ്പാറ എത്തിയായിരുന്നല്ലോ. അപ്പം മലക്കപ്പാറ ഡാമിൻ്റെ താഴ്വശത്ത് നമ്മളിങ്ങനെ കയറ്റം കയറി മേളിൽ ഡാമിൻ്റെ മേൽവശത്ത് നമുക്ക് ചെല്ലാൻ പറ്റും. വേണമെങ്കിൽ നടന്നിട്ട് ഡാമിൻ്റെ മേളിൽ കയറാം. അതിന് എൻട്രൻസ് വരെ നമുക്ക് ബൈക്കിൽ ചെല്ലാം. അപ്പോൾ താഴേന്ന് പോകുന്ന വഴിയാണിത്. താഴേന്ന് കറങ്ങി കയറി നേരെ ഡാമിൻ്റെ അവിടെ ചെന്ന് അവിടെ നിന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ വാൽപ്പാറ, അല്ലെങ്കിൽ പിന്നെ വേറെ വഴി പോയി കഴിഞ്ഞാൽ പൊള്ളാച്ചിയൊക്കെ പോകും. ഞാനിപ്പോൾ വാൽപ്പാറ പോകുന്നില്ല, പൊള്ളാച്ചി പോയിട്ട് അവിടെ നിന്ന് നമുക്ക് കോയമ്പത്തൂർ അടുത്ത ഡെസ്റ്റിനേഷൻ നോക്കാം. കാരണം വാൽപ്പാറയിൽ ഇപ്പോൾ ഒന്നും ഇല്ല എന്നാണ് പറയുന്നത്. ജസ്റ്റ് കുറേ എസ്റ്റേറ്റ് ഉണ്ടെന്നല്ലാതെ വേറൊന്നും ഇല്ലല്ലോ. അപ്പം വെറുതെ നമ്മൾ ടൈം വേസ്റ്റ് ആക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ നമുക്ക് നേരെ പൊള്ളാച്ചി പിടിക്കാം. പൊള്ളാച്ചി പിടിച്ചിട്ട് കോയമ്പത്തൂരിൽ നിന്ന് നേരെ പറ്റുവാണെങ്കിൽ ഊട്ടി, ഇല്ലെങ്കിൽ നേരെ മൈസൂർ. ഊട്ടിക്ക് പോകണമെന്നുണ്ട്, പക്ഷെ വെറുതെ ഇതുണ്ടോ, ഇവിടുന്ന് നമുക്ക് നടന്ന് പോകാം. ഇവിടുന്ന് നടന്ന് ഡാമിൻ്റെ മേളിൽ കൂടെ കയറി കണ്ടിട്ട് വരാം. ഇതാണ് അതിൻ്റെ മേളിൽ കയറുമ്പോൾ ഉള്ള വ്യൂ. വെള്ളമൊന്നും ഇല്ലല്ലോ, എല്ലാം പറ്റി ഒരു പരുവായല്ലോ. ഡാമിലെ മാർക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ, വെള്ളം എന്തുമാത്രം പൊങ്ങുമെന്നുള്ള. അത്രയും ഹൈറ്റിൽ വെള്ളം പൊങ്ങുമല്ലേ. അതായത് ഈ സൈഡിലെ തീരം കണ്ടോ, മൺതിട്ട ആ മരങ്ങളൊക്കെ നിൽക്കുന്നത്, അവിടെ വരെ വെള്ളം കയറും. അതിൻ്റെ മാർക്ക് അവിടെ കാണുന്നുണ്ട്. സോ
ഷോളയാർ ഡാം. ഇതെല്ലാം ഡാമിൻ്റെ വൃഷ്ടി പ്രദേശം എന്ന് പറയത്തില്ലേ, ദ റിസർവോയർ. ഹൗ ബ്യൂട്ടിഫുൾ. ഞാൻ ഇങ്ങോട്ട് വന്നിട്ടില്ല. ഞാൻ ഇന്നാളി വന്നപ്പോൾ ആ ഡാം വരെ വന്നിട്ട് തിരിച്ചു പോയായിരുന്നു, ഇങ്ങോട്ട് വന്നിട്ടില്ല. ഓ മൈ ഗോഡ്, ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. സീ, അങ്ങോട്ട് നോക്കി, എന്ത് അടിപൊളിയാണ് നോക്കി. ഓ മൈ ഗോഡ്, ഇറ്റ്സ് സോ നൈസ്. ഇത് കണ്ടിട്ട് ഇറങ്ങിയത് പിന്നെ നമ്മൾ മനുഷ്യന്മാരാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ആ കാടിൻ്റെ ആ മരങ്ങളുടെ താഴെ ആ സൈഡിൽ പോയിരിക്കുന്ന എന്ത് രസമായിരിക്കും. സെയിം മറ്റേ നമ്മുടെ മുല്ലപ്പെരിയാറിൻ്റെ റിസർവോയറില്ലേ, അതിൻ്റെയൊക്കെ സൈഡ് പോലെ തന്നെയാണ്. ഈ കാഴ്ചയൊക്കെ മിസ്സായാനല്ലോ. ഞാൻ അവിടുന്ന് അങ്കമാലിയിൽ നിന്ന് നേരെ പോകുമായിരുന്നെങ്കിൽ